മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി ഉർവശി. എത്രമാത്രമാണ് മലയാളികൾക്ക് ഉർവശിയെ ഇഷ്ടമെന്ന് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ ഉർവശിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നമ്മുടെ സ്വന്തം മക്കൾക്ക് വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വേണമെന്ന അവരുടെ അമ്മമാർക്ക് ആഗ്രഹമുണ്ടാകില്ലേ? അത് ഉറപ്പായും ഉണ്ടാകും. ആ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് എനിക്ക് ഒരു മകൻ ജനിച്ചത്. ഇങ്ങനെയാണ് ഉർവശി തൻ്റെ മകനെക്കുറിച്ചും തനിക്ക് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നത്. രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് വിമർശനമൊന്നും താൻ കേൾക്കേണ്ടി വന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് തനിക്കും അറിയില്ല. ആരും ഉർവശിയെ അങ്ങനെ പറയാൻ പോലും ഒന്നും മുതിരുന്നില്ല. മോന്റെ കൊച്ചിനെ കാണാൻ അമ്മയ്ക്കൊരാഗ്രഹമുണ്ടാകില്ലേ? ഭർത്താവ് ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. മകനെക്കുറിച്ച് ഉർവശി പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ നിന്നെല്ലാം തിരികെ എത്തി ശിവകുമാറും മകനോടൊപ്പം സന്തുഷ്ടമായ കുടുംബജീവിതത്തിലാണ് ഇപ്പോൾ ഉർവശി ജീവിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഉർവശി എന്ന് പറഞ്ഞേ മതിയാകൂ. ഉർവശി ഇപ്പോൾ മകൻ തന്റെ ജീവിതത്തിലേക്ക് വന്നതും മകന്റെ വിശേഷങ്ങളുമൊക്കെയായി എത്തുകയാണ്. എനിക്കും സഹോദരങ്ങൾക്കും ഓരോ മക്കൾ വീതമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇല്ലാതാകുന്ന കാലത്ത് നിങ്ങളുടെ കുഞ്ഞിന് കൂട്ടായ ഒരു കൂടപ്പിറപ്പ് വേണമെന്ന അമ്മ ഞങ്ങൾ എല്ലാവരോടും എപ്പോഴും പറയുമായിരുന്നു. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ നാട്ടിൻ പുറത്തുകാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോന്റെ ഒരു കൊച്ചിനെ കാണാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ തോന്നാതിരിക്കട്ടെ. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഉർവശി പറയുന്നു. ആ ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഭർത്താവോ ഒന്നും തന്നെ എന്നെ നിർബന്ധിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ട് കൂടിയില്ല. എന്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു കുഞ്ഞുകൂടി വേണമെന്നത്. മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ ഡപ്പാങ്കൂത്ത് ഡാൻസ് കളിച്ചിട്ടുള്ളയാളാണ് ഞാൻ. കമ്മിറ്റ് ചെയ്ത സിനിമ നമ്മൾ പൂർത്തിയാക്കേണ്ടതല്ലേ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് നമ്മുടെ സാഹചര്യമാണ്. ഉത്തമപുത്രൻ എന്ന സിനിമയുടെ ഡബ്ബിംഗ് തീർത്ത പിറ്റേ ദിവസം ഞാൻ പ്രസവിച്ചത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അഭിനയിക്കാൻ പോയി. AVM സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട്. ഇരുന്ന് സംസാരിക്കുന്ന സീനായിരുന്നു. ഞാൻ കാരവാനിൽ നിന്നും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഏറ്റവും ടെൻഷൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തന്നെയായിരുന്നു. അപ്പോഴൊന്നും പ്രസവിച്ചിട്ട് വിശ്രമിക്കാത്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായേക്കും. അനന്തരഫലങ്ങൾ പ്രായം കൂടുമ്പോഴാണല്ലോ വരിക. അതെല്ലാം തനിക്ക് നല്ല ബോധ്യമാണ് എന്നാണ് ഉർവശി പറയുന്നത്. ഞാൻ എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ബോധമുള്ളയാളല്ല. എന്റെ രൂപം ഏത് രീതിയിലാണോ അതിന് യോജിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മതി. ആ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് എല്ലാവരോടും ഞാൻ പറയാറുള്ളത്. മറ്റുള്ളവർ ഒരുങ്ങി നടക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ വളരെയധികം മടിയാണ്. മെനക്കേടല്ലേ? ഞാൻ ഷീലാമ്മയോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങാനുള്ള ക്ഷമ കാട്ടുന്നതെന്ന്. രാവിലെ ഉടുത്തുകൊണ്ടുവരുന്ന സാരിയുടെ കളറിലായിരിക്കും നെയിൽ പോളിഷ്. വൈകിട്ട് മെറൂൺ നിറത്തിലുള്ള സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ വീണ്ടും പുതിയ നെയിൽ പോളിഷ് ശുഷ്കാന്തിയോടെ ഇടുന്ന ഷീലാമ്മ കാണാം. അത്രത്തോളം ക്ഷമയുണ്ട് ഷീലാമ്മയ്ക്ക്. എനിക്കതൊന്നുമില്ല. എനിക്ക് നല്ല ക്ഷമക്കുറവാണ്. എനിക്ക് അത്രമാത്രം ഒരുങ്ങാനുള്ള സമയമില്ല. മടിച്ചു എന്നൊക്കെ ചിലർ വിളിക്കും. അങ്ങനെയും പറയാം. ചിലപ്പോൾ ആയിരിക്കാമെന്ന് ഉർവശി തന്നെ പറയുന്നു. ഉർവശിയുടെ ജീവിതവും സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ് താരം വെളിപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.